നെക്സ്റ്റ് പറയുന്നത് ഗ്രിഡ് വ്യൂ ആണ്. ഗ്രിഡ് വ്യൂ അപ്പം അതിൽ നമ്മൾ പറഞ്ഞു ഗ്രിഡ് വ്യൂ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമുക്ക് എന്തുണ്ട്, റോസ് ആൻഡ് കോളംസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, റോസ് ആൻഡ് കോളംസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ അട്രിബ്യൂട്ട്സ്, അപ്പോൾ റോ എത്ര സെറ്റ് ചെയ്യാം, കോളം എത്ര സെലക്ട് ചെയ്യാം, അപ്പം അതിൽ സെറ്റ് ഓഫ് അട്രിബ്യൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അട്രിബ്യൂട്ട്സ് ഓഫ് ഗ്രിഡ് വ്യൂ. ഫസ്റ്റത്തെ നമുക്കറിയാം ID എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു യൂണിക്ലി ഐഡൻറ്റിഫൈ എ ഗ്രിഡ് വ്യൂ. അടുത്ത എന്താണ്, നം കോളംസ്. നം കോളം ഡിഫൈൻ ഹൗ മെനി കോളംസ് ടു ഷോ. നമുക്ക് എത്ര കോളംസ് ആണ് ഷോ ചെയ്യേണ്ടത്. ഇറ്റ് മേ ബി എ ഇൻറ്റിജർ വാല്യൂ സച്ച് ആസ് 5. ഓക്കെ, അപ്പം നമുക്ക് നം കോളംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 അല്ലെങ്കിൽ 4, 3 എത്രയാണ് നിങ്ങൾക്ക് കോളംസ് വേണ്ട സെറ്റ് ചെയ്യാം. ഓർ ഓട്ടോ ഫിറ്റ്. ഓട്ടോ ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈസ് യൂസ് ടു ഡിസ്പ്ലേ ആസ് മെനി കോളംസ് ആസ് പോസിബിൾ ടു ഫിൽ ദി അവൈലബിൾ സ്പേസ് ഓൺ ദി സ്ക്രീൻ. ഓക്കെ, ഓട്ടോ ഫിറ്റ് ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓട്ടോ ഫിറ്റ് കൊടുക്കാം. എത്ര കോളംസ് വേണമെങ്കിലും ആ ഒരു എന്താണ് സ്ക്രീനിൽ എത്ര കോളം വരും അതിനനുസരിച്ചിട്ട് അത് സെറ്റ് ആയിക്കോളും ഓട്ടോ ഫിറ്റ് കൊടുത്താൽ. ദെൻ ഹൊറിസോണ്ടൽ സ്പേസിങ്. ഹൊറിസോണ്ടൽ സ്പേസിങ് പ്രോപ്പർട്ടി ഈസ് യൂസ് ടു ഡിഫൈൻ ദി ഡിഫോൾട്ട് ഹൊറിസോണ്ടൽ സ്പേസിങ് ബിറ്റ്വീൻ കോളംസ്. ഓക്കെ, കോളംസ് തമ്മിലുള്ള ആ ഒരു സ്പേസ് അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ വെർട്ടിക്കൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെർട്ടിക്കൽ സ്പേസിംഗ് പ്രോപ്പർട്ടി ഈസ് ഡിഫോൾട്ട് വെർട്ടിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ റോസ്. ഓക്കെ, മനസ്സിലായല്ലോ, റോസ് തമ്മിലുള്ള ആ ഒരു സ്പേസിങ്. ദെൻ കോളം വിഡ്ത്ത് പ്രോപ്പർട്ടി സ്പെസിഫൈ ദി ഫിക്സഡ് വിഡ്ത്ത് ഓഫ് ഈച്ച് കോളം. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആ ഐറ്റം ക്ലിക്ക് ലിസ്ണർ, ആ ഒരു നമ്മളുടെ ഒരു ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ടോസ്റ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കൂടെ കാണിക്കുന്നുണ്ട്. ഇതേ ആ ഒരു സെറ്റ് ഓൺ ഐറ്റം ക്ലിക്ക് ലിസ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റ് വ്യൂവിലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നേരത്തെ കൊടുത്ത പോലെ തന്നെ എന്താണ്, നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ നമ്മളുടെ ഗ്രിഡ് വ്യൂ. ഓക്കെ, ദെൻ അതിൽ നമ്മൾ എത്ര കോളംസ് ആണ്, നം കോളംസ് നമ്മൾ 3 സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രിഡ് വ്യൂ വേറൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു. ഓക്കെ, അതിലൊരു ടെക്സ്റ്റ് വ്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ഗ്രിഡ് വ്യൂവിൽ ഞാൻ ഒരു അറേ ഉണ്ട്. ആ അറേയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്ര നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 10 വരെ നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളുടെ ഗ്രിഡ് വ്യൂ നമ്മൾ ആക്സസ് ചെയ്തു. അറേ അഡാപ്റ്റർ നേരത്തെ കൊടുത്ത പോലെ തന്നെ സെക്കൻഡ് ആക്ടിവിറ്റി ആ ഒരു ലേഔട്ട്. ദെൻ എന്താണ് .id ടെക്സ്റ്റ് വ്യൂ, അതിലുള്ള ടെക്സ്റ്റ് വ്യൂ. ദെൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ആ ഒരു അറേ. ഓക്കെ, അത്രയും സെറ്റ് ചെയ്തു. ദെൻ നമ്മളെ ഗ്രിഡ് വ്യൂവിലേക്ക് നമ്മളത് ബൈൻഡ് ചെയ്തു. ഗ്രിഡ് വ്യൂ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ, നമ്മളുടെ അഡാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റ്. ദെൻ അടുത്ത് എന്താണ്, ഗ്രിഡ് വ്യൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഗ്രിഡ് വ്യൂ ഡോട്ട് സെറ്റ് ഓൺ ഐറ്റം ക്ലിക്ക് ലിസ്ണർ, ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ന്യൂ ഓൺ ഐറ്റം ലിസ്ണർ. ഓക്കെ, ആ ഒരു ഐറ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വ്യൂ വേണ്ടത്. അപ്പോൾ അത് ഓൺ ഐറ്റം ക്ലിക്ക് ലിസ്ണറിനുള്ളിലാണ് കോഡ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അഡാപ്റ്റർ വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. അപ്പോൾ നമ്മളുടെ അഡാപ്റ്റർ വ്യൂവിലേക്ക് നമ്മൾ ബൈൻഡ് ചെയ്തത് എന്താണ്, സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഒരു പാരാമീറ്ററിലേക്ക് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്തിട്ട് കാണിക്കും. നിങ്ങൾ ജാവയെ പഠിച്ചിട്ടില്ലേ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുന്നത്, അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. അഡാപ്റ്റർ വ്യൂ, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ അതിൻ്റെ ഒബ്ജക്റ്റാണ്, ദെൻ വ്യൂ, പിന്നെ ഏതാണോ പൊസിഷൻ, ID എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ARG0 ARG1 എന്നൊക്കെ ആയിരിക്കും. ഞാനിവിടെ പേര് തന്നെ കൊടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ കൊടുത്ത ഒരു വേരിയബിൾ നെയിമാണ്. ഓട്ടോമാറ്റിക്കലി വരിക ചിലപ്പം ARG എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ദെൻ സ്ട്രിങ് ഐറ്റം നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഗ്രിഡ് വ്യൂ ആണെങ്കിലും ലിസ്റ്റ് വ്യൂ ആണെങ്കിലും എന്താണ്, ഈ ഓരോ ഐറ്റം എന്തിലേക്കാണ് ഒരു ബൈൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ രണ്ടാമതൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, ആ ടെക്സ്റ്റ് വ്യൂവിലേക്കാണ് ഈ ഐറ്റം ബൈൻഡ് ചെയ്തിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഐറ്റം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണമെങ്കിൽ എന്താണ് നമ്മളുടെ ആ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഐറ്റം അല്ല ആ ടെക്സ്റ്റ് വ്യൂവിനെ നമ്മൾ ആദ്യം എന്താണ് ആക്സസ് ചെയ്യണം. ഇപ്പം ടെക്സ്റ്റ് വ്യൂ ഫൈൻഡ് വ്യൂ ബൈ ID r.id.text view. ഇത് നമ്മളുടെ രണ്ടാമത്തെ ആക്ടിവിറ്റിയിലുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ലേ ഔട്ട് വേണം, അതിലൊരു ടെക്സ്റ്റ് വ്യൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ ഐഡിയ ആണ് r.id.text view get text dot to string. ഓക്കെ, ദെൻ അത് ടോസ്റ്റിലേക്ക് കാണിച്ചു. ഓക്കെ, ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്, ദെൻ എന്താണ് വാട്ട് ഐറ്റം, നമ്മൾ ടെക്സ്റ്റ് വ്യൂന്ന് ആക്സസ് ചെയ്ത ഐറ്റം. ഓക്കെ, ടോസ് ഡോട്ട് ഷോ. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് ഇപ്പോൾ നമ്മൾ ഗ്രിഡ് വ്യൂവിൽ കാണിച്ചു. ദെൻ എന്താണ് നമ്മൾ 5 എന്ന് പറഞ്ഞ ഐറ്റം സെലക്ട് ചെയ്തു, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഓക്കെ, ദെൻ നമ്മളുടെ സ്പിന്നർ അതായത് നമ്മളുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓഫ് ഐറ്റംസിന് ഒരു ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്പിന്നർ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. സെയിം തന്നെയാണ്. ഓക്കെ, നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സ്പിന്നർ കൺട്രോൾ എടുത്തിട്ടു, ദെൻ നമ്മളുടെ എന്താണ് മെയിൻ ആക്ടിവിറ്റി. ഓക്കെ, മെയിൻ ആക്ടിവിറ്റി യൂസ് ചെയ്തു. എന്താണ് ഇവിടെ സ്പിന്നർ എന്ന് പറയുന്നത് പറയാം, ഒരു മിനിറ്റ്. നമുക്ക് ഈ സ്പിന്നറിൻ്റെ കേസിൽ നമുക്ക് വേറൊരു ഇപ്പോൾ ലിസ്റ്റ് വ്യൂവും ഗ്രിഡ് വ്യൂവും നമ്മൾ കൊടുത്ത സമയത്ത് നമ്മൾ വേറൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തു, അതിൽ ടെക്സ്റ്റ് വ്യൂയിലേക്ക് നമ്മൾ ബൈൻഡ് ചെയ്യിച്ചു. സ്പിന്നറിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവർ ഓൾറെഡി സ്പിന്നറിൻ്റെ ബിൽറ്റിൻ ആയിട്ടുള്ള ലേ ഔട്ട് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്താൽ മതി. അതായത് ഇവിടെ r.layout. സിമ്പിൾ സ്പിന്നർ. ഓക്കെ, ഐറ്റം r.layout. എന്താണ് സിമ്പിൾ സ്പിന്നർ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം ഓൾറെഡി ആൻഡ്രോയിഡിൽ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ലേ ഔട്ടാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ സ്പിന്നർ കൺട്രോൾ യൂസ് ചെയ്തു, ദെൻ നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി അതിൽ നമ്മൾ ബാങ്ക് നെയിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അറേ ഓഫ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ സ്പിന്നർ ആക്സസ് ചെയ്തു, ദെൻ അറേ അഡാപ്റ്റർ കണ്ടോ, ദിസ് android.r.layout. സിമ്പിൾ സ്പിന്നർ ഐറ്റം. ഇത് ശ്രദ്ധിക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ഈ സിമ്പിൾ _സ്പിന്നർ _ഐറ്റം എന്നുള്ളത് ഓൾറെഡി ബിൽറ്റിൻ ആയിട്ട് ആൻഡ്രോയിഡ് ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ലേ ഔട്ടാണ്. ഓക്കെ, സ്പിന്നറിൻ്റെ കേസിൽ നമുക്കത് യൂസ് ചെയ്താൽ മതി. ബാങ്ക്സ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ സെറ്റ് അഡാപ്റ്റർ എന്നല്ല നമ്മൾ യൂസ് ചെയ്യുക, സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അറേ അഡാപ്റ്റർ AA.set ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ്. ഓക്കെ, ദെൻ ആണോ ആൻഡ്രോയിഡ് .r.layout. സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ഐറ്റം. ഓക്കെ, ഇതും എന്താണ് ഇതിൽ ആൻഡ്രോയിഡിലുള്ള എന്താണ് ലേ ഔട്ടാണ്. ഓക്കെ, r.layout. സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വേറൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് r.layout എന്നാണ് സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളൊരു ആക്ടിവിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അവരുടെ ആക്ടിവിറ്റിയാണ് അവരുടെ ലേ ഔട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം r.layout അവരുടെ ലേ ഔട്ട് നമ്മൾ യൂസ് ചെയ്തു, r.layout. സിമ്പിൾ സ്പിന്നർ ഐറ്റം, ദെൻ ബാങ്ക് നെയിംസ്, ദെൻ നമ്മളുടെ ആ ഒരു എന്താണ് സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കൊടുത്തു. എന്താണ് ആൻഡ്രോയിഡിൻ്റെ ലേ ഔട്ട് android.r.layout സിമ്പിൾ _സ്പിന്നർ _ ഡ്രോപ്പ് ഡൗൺ _ ഐറ്റം. ഓക്കെ, ആ ലേ ഔട്ടിലേക്ക്
അവരുടെ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ലേഔട്ടിലേക്ക് എന്താണ് ബൈൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്തു, സ്പിൻ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ നമ്മളുടെ സ്പിന്നർ കൺട്രോളിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുക. അപ്പോൾ എന്താണ് സ്പിൻ ഡോട്ട് സെറ്റ് സ്പിന്നർ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ എന്ത് കൊടുത്തു, നമ്മളുടെ അഡാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു എക്സ്ട്രാ കാര്യം വരുന്നത് സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് എന്നാണ് അവരുടെ ലേഔട്ട് നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ആർ ഡോട്ട് ആൻഡ്രോയിഡ് ഡോട്ട് ആർ ഡോട്ട് ലേഔട്ട് സിമ്പിൾ സ്പിന്നർ ഐറ്റം. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ എന്താണ് ഇപ്പം നമ്മളുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നുള്ള ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ എന്താണ് വ്യൂ ചെയ്യിക്കേണ്ടത്. അപ്പം ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഇവിടെ നമ്മളെടുത്ത ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സ്പിന്നറിൻ്റെ സെറ്റ് ഓൺ ഐറ്റം സെലക്റ്റഡ് ലിസ്ണർ. ഓക്കെ, ഐറ്റം സെലക്റ്റഡ് ലിസ്ണർ അതിൽ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റർ വ്യൂ കൊടുത്തു. ദെൻ ടോസ്റ്റിൻ്റെ ഉള്ളിൽ കണ്ടോ ബാങ്ക് നെയിംസ് ഓഫ് വാട്ട് പൊസിഷൻ, ഈ പൊസിഷൻ ഇവിടെ വന്നതാണ്, ഇവിടെ വന്നതാണ് ഇൻറ്റു പൊസിഷൻ. ഓക്കെ, ഡോട്ട് ഷോ. ഇപ്പോൾ ഇവിടെ സെറ്റ് ഓൺ ഐറ്റം സെലക്റ്റഡ് ലിസ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ബാങ്ക് നെയിംസ് ഓഫ് വാട്ട് പൊസിഷൻ, അപ്പം ബാങ്ക് നെയിംസ് ഓഫ് 0 പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വരിക, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇൻറ്റു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടല്ലേ വരിക, നിങ്ങൾക്ക് ARG എന്നിട്ടായിരിക്കും. അപ്പം ഈ ARGക്ക് പകരം ഞാനൊരു കൊടുത്ത വേരിയബിൾ നെയിമാണ് പൊസിഷൻ, അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, ബാങ്ക് നെയിംസ് ഓഫ് 0 അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തത് 1 ആണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ബാങ്ക് നെയിംസ് ഓഫ് 1. ഓക്കെ, ആ പൊസിഷൻ അതിന് എന്താ ഡോട്ട് ഷോ. അപ്പം എന്താണ് ഇപ്പം നമ്മളുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇപ്പം ഞാൻ HDFC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ടോസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് ഓഫ് ഇൻറ്റ് ടു സ്പെസിഫൈ ദി ലേ ഔട്ട് ദി അഡാപ്റ്റർ ഷുഡ് ബി യൂസ് ടു ഡിസ്പ്ലേ ദി ലിസ്റ്റ് ഓഫ് സ്പിന്നർ ചോയ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മനസ്സിലായല്ലോ. ഓക്കെ.